അസല് ചോദ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് മൂന്നുമാണ്. സ്പിരിച്വലാണ്, മാത്തമാറ്റിക്കലാണ്, കൾച്ചറലാണ്. ഇത് മൂന്ന് ഭാവങ്ങളും ജ്യോതിഷത്തിനുണ്ട്. എന്തുകൊണ്ട് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ ബോധത്തിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് ജ്യോതിഷം കാണുന്നത്. ബോധത്തിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ് ബ്രഹ്മമായിട്ടാ. ബ്രഹ്മം ആ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ്സിൽ ഇരിക്കുകയാണ്. ആ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ് ആണ് ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ്സാണ്. അതിൽ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് മാറും. ഇപ്പോൾ അശോക് കാണുന്ന ലോകമല്ല ഞാൻ കാണുന്ന ലോകം. നമ്മൾ ഓരോരുത്തരും കാണുന്ന ലോകം വ്യത്യാസമാണ്. പക്ഷേ ഇതിൻ്റെ ആന്തരിക സത്വം ഒന്നാണ്. ജ്യോതിഷം അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ആധ്യാത്മികമാണ്. 100% ആധ്യാത്മികമാണ്. അതിൻ്റെ എല്ലാ ആചരണങ്ങളും ആത്യന്തികമായിട്ട് ഈ ബോധത്തിലേക്ക് നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് അസ് ടു റീഡിസ്കവർ അവർ സെൽസ് ഓർ ഡിസ്കവർ അവർ സെൽസ് ഹൂ വി റിയലി ആർ. നമ്മൾ യഥാർത്ഥത്തിൽ ആരാന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആധ്യാത്മികമാണ്.